വാഴ്ത്തപ്പെട്ട കർത്താവായ യേശു ക്രിസ്തു തന്റെ അടുക്കൽ വരുന്ന എല്ലാവർക്കും കാര്യങ്ങളെ കൃത്യമായി മനസ്സിലാക്കുവാൻ യേശു കർത്താവ് തന്റെ പ്രഭാഷണത്തിൽ ധാരാളം ഉപമകൾ ഉപയോഗിച്ചിരുന്നു. ഉപമകളാലാണ് അവൻ പലപ്പോഴും സംസാരിച്ചിരുന്നത്. അത് ഭൂമിയിൽ അന്ന് അവന്റെ ശ്രോതാക്കളായ ആൾക്കാർ അവർക്ക് പരിചയമുള്ള കാര്യങ്ങളോട് ബന്ധിപ്പിച്ച് പറയുമ്പോൾ അത് വളരെ പെട്ടെന്ന് മനസ്സിലാക്കും. അത് പെട്ടെന്ന് അതിന്റെ ഉദ്ദേശം എങ്ങനെയാണ് അത് പോകുന്നത് എന്നുള്ളത്, എന്താണ് ദൈവം ഉദ്ദേശിക്കുന്നത് വളരെ പെട്ടെന്ന് മനസ്സിലാക്കുവാൻ അത് ഇടവരുമായിരുന്നു. എന്നാൽ ആ ഉപമകളിലൊക്കെ നമ്മളൊന്ന് പരിശോധിച്ച് നോക്കുകയാണെങ്കിൽ, മൊത്തത്തിലല്ല എങ്കിലും ചില ഉപമകളൊക്കെ നമ്മൾ പ്രത്യേകം എടുത്ത് നമ്മൾ പരിശോധിച്ച് നോക്കുകയാണെങ്കിൽ, ഇത്തരം ഉപമകൾ കേട്ട് അനുസരിക്കാൻ താല്പര്യം പ്രകടിച്ചവരെ കുറിച്ച് കാര്യമായിട്ടൊന്നും ബൈബിൾ രേഖപ്പെടുത്തുന്നില്ല, അല്ലെങ്കിൽ വെളിപ്പെടുത്തുന്നില്ല. ആ ഉപമ കേട്ട് ആ ഉപമ മനസ്സിലായി അത് കർത്താവിന്റെ മുന്നിൽ സമർപ്പിച്ച് ദൈവത്തിന്റെ മുന്നിൽ ആ അനുസരണം കാണിക്കുന്നവരെ കുറിച്ച് കൂടുതലൊന്നും ബൈബിൾ രേഖപ്പെടുത്തുന്നില്ല. പലപ്പോഴും പല ഉപമകളുടെയൊക്കെ അവസാനം വലിയ എതിർപ്പുകൾ സൃഷ്ടിക്കുന്നത് പല സന്ദർഭങ്ങളും നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ആ ഉപമകൾ പറഞ്ഞു തീരുമ്പോൾ അത് തങ്ങൾക്കെതിരെയാണ്, അത് തങ്ങളെ ഉദ്ദേശിച്ചാണ് എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെയുള്ള എതിർപ്പുകളൊക്കെ പല സന്ദർഭങ്ങളും കാണുന്നുണ്ട്. അതുപോലുള്ള ഒരു ഉപമയെക്കുറിച്ച് അല്പസമയം ചിന്തിപ്പാനായിട്ടാണ് ഇന്ന് രാത്രി ഞാൻ ആഗ്രഹിക്കുന്നത്. മത്തായിയുടെ സുവിശേഷത്തിലും മർക്കോസിന്റെ സുവിശേഷത്തിലും ലൂക്കോസിന്റെ സുവിശേഷത്തിലും കാണപ്പെടുന്ന മുന്തിരിത്തോട്ടത്തിൽ കുടിയാന്മാരെ നിയോഗിക്കുന്ന ഒരു ഭൂവുടമയുടെ ഉപമ നമുക്കത് പരിചിതമാണ്. എനിക്ക് തോന്നുന്നു നാരോഗേറ്റിൽ തന്നെ ഞാൻ തന്നെ ഒരു പ്രാവശ്യം അതിൽ നിന്ന് മെസ്സേജ് ചെയ്തിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു, ഞാൻ ഓർക്കുന്നു. അതിൽ മത്തായിയുടെ വിവരണം അത് പൂർണ്ണമായി തന്നെ അതിലുണ്ട്. കുറെ കൂടി അതിന്റെ സാഹചര്യങ്ങളൊക്കെ വെളിപ്പെടുത്തിയിട്ടാണ് ആ മത്തായിയുടെ സുവിശേഷത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന ആ ഉപമയെ വിവരിക്കുന്നത്. അതിലെ ഉപദേശങ്ങളെയും അതിൽ കൂടെ ദൈവം എന്താണ് ഉദ്ദേശിക്കുന്നുള്ള കാര്യങ്ങളൊക്കെ പഠിപ്പിക്കുന്നത് അത് മത്തായിയുടെ സുവിശേഷത്തിൽ വളരെ വ്യക്തമായിട്ടുണ്ട്. മറ്റു സുവിശേഷത്തിൽ ചില കൂട്ടിച്ചേർക്കലുകളൊക്കെ നമുക്ക് കാണുന്നുണ്ട്. അതോട് ചേർക്കുമ്പോൾ പുതിയ സന്ദേശങ്ങളും പുതിയ ആശയങ്ങളും ദൈവത്തിന്റെ ആഗ്രഹങ്ങളും ഒക്കെ നമുക്ക് അതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. എന്നാൽ ആ ഉപമ പറയുന്നതിന്റെ സാഹചര്യവും അതുപോലെ തന്നെ ആരെ ഉദ്ദേശിച്ചാണ് അത് പറയുന്നത് എന്നുള്ളത് മത്തായിയുടെ സുവിശേഷത്തിൽ നമുക്ക് കൃത്യമായിട്ടും തന്നെ മനസ്സിലാക്കാൻ കഴിയുന്നു. നമ്മൾ അതിന്റെ ബാക്ക്ഗ്രൗണ്ടിലേക്ക് ഒന്ന് നോക്കിയാൽ, യേശു കർത്താവ് അതിരാവിലെ തന്നെ യെരുശലേമിലായിരുന്ന സമയത്ത് അതിരാവിലെ തന്നെ പഠിപ്പിക്കുവാനും ഉപദേശിക്കുവാനുമായി ദേവാലയത്തിന്റെ അടുത്തേക്ക് ചെല്ലാറുണ്ട്. എല്ലാ ദിവസവും താൻ യെരുശലേമിൽ ആയിരിക്കുന്ന സമയത്തൊക്കെ ഗലീല വിട്ട്, അല്ലെങ്കിൽ താൻ പ്രസംഗിച്ച കഫർനഹൂം സ്ഥലങ്ങളൊക്കെ വിട്ട് യെരുശലേമിൽ ചെല്ലുമ്പോൾ അതിരാവിലെ തന്നെ എവിടെയെങ്കിലുമൊക്കെ രാത്രി കഴിച്ചിട്ട് പ്രാർത്ഥനയിലായിരിക്കാം, അല്ലെങ്കിൽ ബെഥാനിയയിലുള്ള തന്റെ ആ പ്രിയപ്പെട്ടവരുടെ കുടുംബങ്ങളിലായിരിക്കാം, എവിടെയൊക്കെ കഴിച്ചിട്ട് അതിരാവിലെ തന്നെ പഠിപ്പിക്കാനും ഉപദേശിക്കുവാനായിട്ട് ആ ദേവാലയത്തിന്റെ അടുക്കിലേക്ക് ചെല്ലാറുണ്ട്. അങ്ങനെ ഒരു ദിവസം യേശു കർത്താവ് അവിടെ ഉപദേശിച്ചു കൊണ്ടിരുന്നപ്പോൾ മഹാപുരോഹിതന്മാരും ജനത്തിന്റെ മൂപ്പന്മാരും അവനെ ചോദ്യം ചെയ്യുവാനായിട്ട് അവന്റെ അടുക്കൽ വന്നു. അവനെ ചോദ്യം ചെയ്യുന്ന ഒരു സന്ദർഭമാണ് ആ മത്തായിയുടെ സുവിശേഷം 21-ാം അധ്യായത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. അവർക്ക് അറിയേണ്ടിയിരുന്നത്, അവർക്ക് ചോദ്യം ചെയ്യേണ്ടത്, അവർക്ക് അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടിയിരുന്നത്, അവരറിയാനായിട്ട് ആഗ്രഹിച്ചിരുന്നത് അവൻ എന്ത് അധികാരത്തിലാണ് ഉപദേശിക്കുന്നത് എന്നതായിരുന്നു. അല്ലെങ്കിൽ ഏത് അധികാരത്തിലാണ് കർത്താവായ യേശു ക്രിസ്തു അവിടെയുള്ള ജനങ്ങൾ ദേവാലയത്തിന്റെ പരിസരത്തിൽ വന്ന്, കാരണം ദേവാലയത്തിന്റെ കസ്റ്റോഡിയന്മാർ എന്ന് പറയുന്നത് ആ പറയുന്ന മഹാപുരോഹിതന്മാരും അവിടെയുള്ള ജനത്തിന്റെ മൂപ്പന്മാരുമാണ്. അവർക്കാണ് അതിന്മേൽ അധികാരമുള്ളത്. അവരാണ് അവിടുത്തെ കാര്യങ്ങളൊക്കെ നിയന്ത്രിക്കുന്നത്. അവരോട് ചോദിക്കാതെ, അവരോട് പറയാതെ, അവരറിയാതെ അവിടെ ഒന്നും ചെയ്യാൻ പാടില്ല എന്നുള്ള ഒരു അലിഖിത നിയമം അവിടെ ഉണ്ടായിരുന്നു എന്നുള്ളത് നമുക്കറിയാം. അന്നേരം അതുകൊണ്ട് എന്ത് അധികാരത്തിലാണ് യേശു കർത്താവ് ഈ ദേവാലയത്തിന്റെ അരികെ വന്ന് ഉപദേശിക്കുന്നത് എന്നുള്ള ചോദ്യം അവർ ചോദിച്ചു. എന്നാൽ പ്രത്യക്ഷത്തിൽ ആ ചോദ്യത്തിന് വഴങ്ങാതെ ആദ്യം ഒരു മറുചോദ്യം അവരോട് ചോദിച്ചുകൊണ്ട് യേശു കർത്താവ് അതിന് ഉത്തരം നൽകുന്നത് നമുക്ക് ആ വേദഭാഗത്ത് കാണാൻ കഴിയുന്നുണ്ട്. മത്തായിയുടെ സുവിശേഷം 21-ാം അധ്യായത്തിന്റെ 23 വാക്യങ്ങളിൽ നമുക്കത് കാണാം. ഞാൻ ആ വേദഭാഗം ഒന്ന് വായിക്കട്ടെ, നിങ്ങളൊന്ന് ശ്രദ്ധിച്ചിരിക്കുക. അവൻ ദേവാലയത്തിൽ ചെന്ന് ഉപദേശിക്കുമ്പോൾ മഹാപുരോഹിതന്മാരും ജനത്തിന്റെ മൂപ്പന്മാരും അവന്റെ അടുക്കൽ വന്നു. നീ എന്ത് അധികാരം കൊണ്ട് ഇത് ചെയ്യുന്നു? ഈ അധികാരം നിനക്ക് തന്നത് ആർ എന്ന് ചോദിച്ചു. യേശു അവരോട് ഉത്തരം പറഞ്ഞത്, ഞാനും നിങ്ങളോടൊരു വാക്ക് ചോദിക്കും, അത് നിങ്ങൾ എന്നോട് പറഞ്ഞാൽ എന്ത് അധികാരം കൊണ്ട് ഞാൻ ഇത് ചെയ്യുന്നു എന്നുള്ളത് ഞാനും നിങ്ങളോട് പറയും. ചോദ്യം ഇങ്ങനെയായിരുന്നു, യോഹന്നാന്റെ സ്നാനം എവിടെ നിന്ന്? സ്വർഗത്തിൽ നിന്നോ മനുഷ്യരിൽ നിന്നോ? അവർ തമ്മിൽ ആലോചിച്ചു. സ്വർഗത്തിൽ നിന്നെന്ന് പറഞ്ഞാൽ പിന്നെ നിങ്ങൾ അവനെ വിശ്വസിക്കാഞ്ഞത് എന്ന് അവൻ നമ്മോട് ചോദിക്കും എന്ന് പറയുന്നുള്ള ആ സന്ദർഭം, അതിന്റെ ആ സാഹചര്യം നമുക്ക് വളരെ നന്നായിട്ട് അറിയാം. എന്നാൽ യേശു കർത്താവിന്റെ ചോദ്യമോ അവരുടെ ഉത്തരത്തോടുള്ള ആ യേശുവിന്റെ പ്രതികരണമോ അവർ ഇഷ്ടപ്പെടുന്നില്ല. എന്നാൽ ഇവർ പിന്നീട് ഒരു ഉത്തരവൊക്കെ പറയുന്നുണ്ട്. പക്ഷെ എന്നാൽ അതിനോട് കർത്താവിന്റെ പ്രതികരണമൊന്നും അവർക്ക് ഇഷ്ടമാകുന്നില്ല. അവർ ആഗ്രഹിച്ചത് ഏത് അധികാരം
ഉണ്ടെന്നുള്ള, കാരണം അവർക്കാണ് അധികാരം, അവരാണ് അവിടെ എല്ലാം അവരാണ് ചെയ്തെടുക്കുന്നത് എന്നുള്ള ചിന്തയും ആ നിലയിലാണ് കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോകുന്നത്. അന്നേരം ആ പ്രതികരണം ഒന്നും അവർ ഇഷ്ടപ്പെടുന്നില്ല. അടിസ്ഥാനപരമായിട്ട് നമ്മൾ അവിടെ നോക്കിയാൽ പരിഹാസത്തിലൂടെയും മാനുഷിക അധികാരത്തിലൂടെയും യേശു കർത്താവ് പറയുന്ന സ്വർഗീയ സന്ദേശത്തെ നിർത്തിക്കാനാണ് അവർ ശ്രമിക്കുന്നത്, അതിനെ സ്റ്റോപ്പ് ചെയ്യാനാണ് അവരവിടെ ശ്രമിക്കുന്നത്. എന്നാൽ അതിന് സമ്മതമല്ലെന്ന് കർത്താവ് അവരെ അറിയിക്കുകയാണ്. ആ അധികാരത്തിന്റെ കീഴിൽ, അല്ലെങ്കിൽ അവർക്ക് ദേവാലയത്തിലുള്ള ആ അധികാരത്തിൽ വെച്ചുകൊണ്ട് അവരുടെ ആ നിബന്ധനകളെ അംഗീകരിക്കാൻ കർത്താവ് സമ്മതമല്ല എന്നാണ് അവിടെ അറിയിക്കുന്നത്. നമുക്ക് തുടർന്നുള്ള വാക്യങ്ങൾ വീണ്ടും വാക്യം നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. 26 മുതലുള്ള വാക്യങ്ങളിൽ ഇങ്ങനെയാണ് പറയുന്നത്: മനുഷ്യരിൽ നിന്നെന്ന് പറഞ്ഞാൽ അത് ആ മഹാപുരോഹിതന്മാരുടെയും ജനത്തിന്റെ പ്രഭുക്കന്മാരുടെയും ഒക്കെ ചിന്തയാണ്, അല്ലെങ്കിൽ അവരുടെ ഉള്ളത്തിൽ പറയുന്നതാണ്. മനുഷ്യരിൽ നിന്ന് പറഞ്ഞാലോ നാം പുരുഷാരത്തെ ഭയപ്പെടുന്നു, എല്ലാവരും യോഹന്നാൻ പ്രവാചകൻ എന്നല്ലോ എണ്ണുന്നത് എന്ന് പറഞ്ഞു. അങ്ങനെ അവർ യേശുവിനോട് ഞങ്ങൾക്ക് അറിഞ്ഞുകൂടാ എന്ന് ഉത്തരം പറഞ്ഞു. ശരിക്കും അവർക്ക് അറിയാമായിരുന്നു, അല്ലെ? അറിഞ്ഞുകൂടാ എന്നുള്ളത് ഉത്തരവാണ്, അവർക്ക് ഉള്ളിൽ അറിയാം. പക്ഷെ എന്നിട്ട് അവർ അറിഞ്ഞുകൂടാ എന്ന് ഉത്തരം പറഞ്ഞു. അവൻ അവരോട് പറഞ്ഞത്: എന്നാൽ ഞാൻ ഇത് എന്ത് അധികാരം കൊണ്ട് ചെയ്യുന്നു എന്നുള്ളത് ഞാനും നിങ്ങളോട് പറയുന്നില്ല എന്നുള്ളതാണ് അവിടെ ആ വാക്യങ്ങളിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. അന്നേരം യേശുക്രിസ്തുവിന്റെ ചോദ്യത്തിന് മുമ്പിൽ, യോഹന്നാന്റെ അധികാരം എവിടെ നിന്നുള്ള ചോദ്യത്തിന് മുമ്പിൽ അവരുടെ നിസ്സഹായ അവസ്ഥ അവിടെ വെളിപ്പെടുകയാണ്. അവർ യോഹന്നാനെ കുറിച്ച് അവർ മനസ്സിലാക്കിയ കാര്യങ്ങൾ പറയുവാൻ അവർക്ക് തങ്ങളുടെ മനസാക്ഷിയെ അനുവദിക്കാൻ കഴിഞ്ഞില്ല, അല്ലെങ്കിൽ അങ്ങനെ അനുവദിക്കാതെ അവർ അജ്ഞത അഭിനയിച്ച് അതിന്റെ മറവിൽ ഒരു നുണ പറഞ്ഞ് രക്ഷപ്പെടാൻ ശ്രമിക്കുകയാണ് ചെയ്യുന്നത്. അന്നേരം ഒരു നുണ പറഞ്ഞിട്ട്, അല്ലെങ്കിൽ അജ്ഞത, അറിയില്ല എന്നുള്ള, അറിവില്ലായ്മ എന്നുള്ളത് പലപ്പോഴും അറിയില്ല എന്നുള്ളത് നമുക്കും അങ്ങനെയുള്ളവരെ ഒത്തിരി കാണാം. ചില കാര്യങ്ങളൊക്കെ കണ്ടിട്ടും രക്ഷപ്പെടാൻ വേണ്ടി, അല്ലെങ്കിൽ അതിൽ പ്രതികളായിരിക്കാൻ വേണ്ടി, അല്ലെങ്കിൽ കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാകാതിരിക്കാൻ വേണ്ടി ആത്മീയ ലോകത്തിലും ഉണ്ട്, അല്ലാത്തടത്തും ഒക്കെ ഉണ്ട് അറിയില്ല എന്ന് പറഞ്ഞ് രക്ഷപ്പെടുന്ന ഒരു അനുഭവം. അതുപോലെ തന്നെ ഇവിടെയും കർത്താവിന്റെ, പക്ഷെ ഇവിടെ ഒരു വ്യത്യാസമുണ്ട്. മറ്റുള്ളവരെ പോലെ അല്ല കർത്താവ്, അവരുടെ ഉള്ളങ്ങളെ അറിയുന്ന കർത്താവിന്റെ മുമ്പിലാണ് ഈ നുണ പറയുന്നത് എന്നുള്ളൊരു വേറൊരു യാഥാർത്ഥ്യം കൂടി അവിടെ ഉണ്ട്. എന്നാൽ ഇവിടെ ഈ ദേവാലയത്തിലെ മഹാപുരോഹിതന്മാരും ജനത്തിന്റെ മൂപ്പന്മാരും യോഹന്നാൻ ദൈവത്തിൽ നിന്നുള്ളവൻ തന്നെ എന്ന് അറിഞ്ഞിട്ടും അത് സമ്മതിച്ചു കൊടുക്കാൻ തയ്യാറാകാത്തതിനാൽ യേശുക്രിസ്തുവും തന്റെ അധികാരത്തിന്റെ ഉറവിടവും നേരിട്ട്, അല്ലെങ്കിൽ അവർക്ക് പറഞ്ഞാൽ അതേപോലെ ഞാൻ യോഹന്നാൻ വന്ന അവിടുന്ന് തന്നെ ഞാൻ വരുന്നത് എന്ന നിലയിലൊന്നും അവിടെയും വെളിപ്പെടുത്തുന്ന നമുക്ക് കാണുന്നില്ല. പക്ഷേ അതിൽ കൃത്യമായൊരു സൂചനയുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാം. ആ വേദഭാഗം മുഴുവൻ വായിക്കുമ്പോൾ ഒരു നല്ല കൃത്യമായൊരു സൂചനയുണ്ട്, അതിനുള്ളിലൊരു അർത്ഥമുണ്ട്, അതിനുള്ളിൽ കൃത്യമായ സൂചനയുണ്ട്. ഏത് അധികാരമാണെന്നുള്ള കാര്യങ്ങളൊക്കെ അവിടെ നിന്ന് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. യേശു കർത്താവ് അവരോട് ചോദിച്ച ചോദ്യത്തിലൂടെ യേശു തന്റെ അധികാരം മനുഷ്യനിൽ നിന്നല്ല ദൈവത്തിൽ നിന്നാണെന്ന് നിശബ്ദനായിട്ട് സൂചിപ്പിക്കുന്നുണ്ട്. ആ ഉത്തരം പറഞ്ഞില്ലെങ്കിൽ പോലും അതിലേക്ക് തന്നെയാണ് കർത്താവ് അവിടേക്ക് ചെല്ലുന്നത്, അല്ലെങ്കിൽ അവിടേക്ക് തന്നെയാണ് കർത്താവ് കൊണ്ടെത്തിക്കുന്നത്. യോഹന്നാൻ ഈ പുരോഹിതന്മാരുടെയും മൂപ്പന്മാരുടെയും അധികാരവും അംഗീകാരവും കൂടാതെ പ്രസംഗിക്കുകയും സ്നാനം കഴിപ്പിക്കുകയും ചെയ്തതിനാൽ അത് അങ്ങനെ സംഭവിച്ചത്. യോഹന്നാൻ ഈ പുരോഹിതന്മാരോട് പോയി ചോദിച്ചിട്ട് ഞാൻ ഇന്നവിടെ പ്രസംഗിച്ചോട്ടെ, ഞാൻ ഇന്നവിടെ സ്ഥാനപ്പെടുത്തിക്കോട്ടെ എന്നൊന്നും അല്ല ചോദിക്കുന്നത്. തന്റെ അടുക്കൽ വന്ന മഹാപുരോഹിതന്മാരും ജനത്തിന്റെ മൂപ്പന്മാരും അങ്ങനെയുള്ള പ്രഭുക്കന്മാരോടും ഒക്കെ സർപ്പസന്തതികളെ എന്ന് ചോദിച്ചോട്ടെ. കഴിഞ്ഞ ആഴ്ച നമ്മൾ അതിനെ കുറിച്ച് ബാക്കി ഞാൻ പറഞ്ഞതാണ് എന്ന നിലയിൽ തന്നെയാണ് പ്രസംഗിച്ചത്. അവർക്ക് ആ നിലയിൽ തന്നെ അത്രയും, പക്ഷെ യോഹന്നാനെ അവർക്ക് നേരിടുവാൻ ഒരു ധൈര്യം കിട്ടിയില്ല. യേശു കർത്താവിന്റെ അടുക്കൽ ചെന്നതുപോലെ ഒന്ന് യോഹന്നാന്റെ അടുക്കൽ അവർക്കൊന്നും നേരിടാം. അവർക്ക് മാനസാന്തരപ്പെട്ട് അവർ സ്നാനത്തിനായി, പക്ഷെ അവർ യോർദാന്റെ നദീതീരത്തൊക്കെ ആയിരുന്ന സംഭവങ്ങളൊക്കെ നടന്നത് നമുക്ക് അതൊക്കെ അറിയാമായിരുന്നു. അന്നേരം യോഹന്നാൻ ഈ പുരോഹിതന്മാരുടെയും മൂപ്പന്മാരുടെയും ഒക്കെ അംഗീകാരം കൂടാതെ പ്രസംഗിക്കുകയും സ്നാനം കഴിപ്പിക്കുകയും ഒക്കെ ചെയ്തതിനാൽ തനിക്കും അങ്ങനെ ചെയ്യാം എന്നാണ് കർത്താവ് തന്റെ ഉത്തരത്തിലൂടെ അവിടെ വ്യക്തമാക്കുന്നത്. അതാണ് കർത്താവ് അവരുടെ വ്യംഗ്യാർത്ഥത്തിൽ പറഞ്ഞു കൊടുക്കുന്നത്. യോഹന്നാൻ സ്നാപകനും യേശു കർത്താവും ഒരേ സ്രോതസ്സിൽ നിന്നാണ് അധികാരം ലഭിച്ചതെന്ന സൂചന അവിടെ ഉണ്ടായിരുന്ന മത നേതാക്കന്മാരെ ദേഷ്യം പിടിപ്പിക്കുകയും അവർ യേശുവിനോട് കൂടുതൽ എതിർപ്പ് പ്രകടിപ്പിക്കുന്നതായിട്ട് നമുക്ക് തുടർന്നുള്ള വാക്യങ്ങൾ നമുക്ക് കാണുന്നുണ്ട്. എന്നാൽ അതിനെ തുടർന്ന് 2 ഉപമകൾ കൂടി പറഞ്ഞുകൊണ്ട് യേശു അവരെ കൂടുതൽ നിരാശരാക്കുന്നതാണ് ആ തുടർന്നുള്ള വാക്യങ്ങളിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. ആദ്യത്തേത് 2 പുത്രന്മാരുടെ ഉപമയാണ്. ആ ഉപമ ഞാൻ വിവരിക്കാൻ ആഗ്രഹിക്കുന്നില്ല. രണ്ടാമത്തേത് മുന്തിരിത്തോട്ടത്തിലെ ദുഷ്ടന്മാരായ കുടിയാന്മാരുടെ ഉപമയുമായിരുന്നു. ഞാൻ ആദ്യം പറഞ്ഞല്ലോ, അധികം വിവരിക്കാൻ ആഗ്രഹിക്കുന്നില്ലെങ്കിലും ആ ഉപമയുടെ ആ വാക്യങ്ങളൊന്ന് വായിച്ചു പോകുന്നു. ആ കോണ്ടെക്സ്റ്റ് റിലേറ്റഡ് ആയതുകൊണ്ട് മാത്രം 10 സുവിശേഷം 21-ാം അധ്യായത്തിന്റെ 28 മുതലുള്ള വാക്യങ്ങൾ നമുക്കത് കാണാൻ കഴിയുന്നുണ്ട്. അവിടെ ഇങ്ങനെയാണ് പറയുന്നത്: ഒരു മനുഷ്യൻ 2 പുത്രന്മാരുണ്ടായിരുന്നു. അവൻ ഒന്നാമത്തവന്റെ അടുക്കൽ ചെന്ന്, മകനെ, ഇന്ന് എന്റെ മുന്തിരിത്തോട്ടത്തിൽ പോയി വേല ചെയ്യുക എന്ന് പറഞ്ഞു. എനിക്ക് മനസ്സില്ല എന്ന് അവൻ ഉത്തരം പറഞ്ഞു. എങ്കിലും പിന്നത്തേതിൽ അനുദപിച്ച് അവൻ പോയി. രണ്ടാമത്തവന്റെ അടുക്കൽ അവൻ ചെന്ന് അങ്ങനെ തന്നെ പറഞ്ഞപ്പോൾ, ഞാൻ പോകാം അപ്പ എന്ന് അവൻ ഉത്തരം പറഞ്ഞു. പോയില്ല താനും. ഇതിലുള്ള ഈ
വാക്യങ്ങളിലുള്ള ആ സന്ദേശം എന്താണെന്ന് നമുക്ക് വളരെ കൃത്യമായിട്ട് അറിയാം. ഈ ഉപമയിലൂടെ യേശു പുരോഹിതന്മാരോട് പറയുന്നത് അവർ ദൈവത്തിൽ നിന്നുള്ള സന്ദേശം സ്വീകരിക്കുന്നുവെന്ന് അവകാശപ്പെട്ടിട്ടുണ്ടെന്നും എന്നാൽ അവർ അനുസരണയുള്ളവരായി ജീവിക്കുന്നതിൽ പരാജയപ്പെട്ടു എന്നുള്ള ആ സന്ദേശം തന്നെയാണ് ഇവിടെ പറയുന്നത്. അവർ പറയുന്നുണ്ട്, നമ്മൾ ദൈവത്തിന്റെ മക്കളാണ്, ഞങ്ങൾ ദൈവത്തിന്റെ പുരോഹിതന്മാരാണ്, ദൈവത്തിന്റെ ജനമാണ്, തിരഞ്ഞെടുക്കപ്പെട്ടവരാണ്, അധികാരമുള്ളവരാണ്, ദേവാലയത്തിന്റെ കസ്റ്റോഡിയന്മാരാണ്, ഇതൊക്കെ അവർ പറയുന്നുണ്ട്. ഇതൊക്കെ ആണെങ്കിൽ പോലും അവർ ദൈവത്തെ അല്ലെങ്കിൽ ദൈവത്തിന്റെ മുമ്പാകെ അനുസരണ ഉള്ളവരായി ജീവിക്കുന്നില്ല എന്നുള്ള കാര്യമാണ് അവിടെ, അല്ലെങ്കിൽ അതിൽ പരാജയപ്പെട്ടു എന്നുള്ളതാണ് അവിടെ നമുക്ക് മനസ്സിലാക്കുന്നത്. എന്നാൽ പുറമെ അവർ ഭക്തിയുള്ളവരും ദൈവത്തിന്റെ ആളുകളുമായിട്ടാണ് അവിടെ കാണപ്പെടുന്നത്. അതാണ് അവർ അങ്ങനെ തന്നെ വെളിപ്പെടുത്തുന്ന ആ നിലയാണ്. പക്ഷേ മുമ്പ് ഞാൻ പറഞ്ഞതുപോലെ ദൈവത്തിന് അവരുടെ ഹൃദയം അറിയാം. അവിടെ അവർ ദയനീയമായി പരാജയപ്പെടുകയാണ്. അവരുടെ തന്നെ മനസ്സാക്ഷിയിൽ അത് അവർക്ക് ബോധ്യമായി. എന്നാൽ അത് വെളിപ്പെടുത്താനോ സമ്മതിക്കാനോ അവർ തയ്യാറായിരുന്നില്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. തുടർന്ന് പറഞ്ഞ മുന്തിരിത്തോട്ടത്തിലെ കുടിയന്മാരുടെ ഉപമയും നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ആ ഉപമയിലൂടെ, ആദ്യത്തെ ഉപമയിലൂടെ കിട്ടിയ ആ മുറിവിൽ, അല്ലെങ്കിൽ ആ കിട്ടിയ വേദന, അല്ലെങ്കിൽ മുറിവിൽ ഉപ്പും മുളകും പുരട്ടുന്നത് പോലെയുള്ള അനുഭവമാണ്. എങ്ങനെ അവർ ഉള്ളങ്ങൾ നോവിച്ചുവോ, ഉള്ളം എങ്ങനെയൊക്കെ അവരുടെ വ്രണപ്പെട്ടുവോ, ആ മുറിവിന്മേൽ അല്പം കൂടി ഉപ്പും മുളകും പുരട്ടിയ ഒരു അനുഭവമായിരുന്നു നമുക്ക് തുടർന്ന് കാണാൻ കഴിയുന്നത്. അവർക്ക് അതുവരെ യേശുക്രിസ്തുവിന്റെ ശുശ്രൂഷയുടെ അധികാരത്തെക്കുറിച്ച് പൂർണ്ണമായി മനസ്സിലായെങ്കിൽ നിശബ്ദമായി താൻ സൂചിപ്പിച്ച അധികാരം എന്താണ് അർത്ഥമാക്കുന്നത് എന്നതിന്റെ കൂടുതൽ വ്യക്തമായ ചിത്രം ഈ ഉപമയിലൂടെ കർത്താവ് അവരെ പഠിപ്പിക്കുകയായിരുന്നു. ഈ ഉപമയിൽ കൂടെ അവർക്ക് വ്യക്തമായി കൊടുക്കുകയായിരുന്നു, എവിടെ നിന്നാണ് എന്റെ അധികാരം, ആ അധികാരം എന്താണെന്നുള്ളത് കുറെ കൂടി വ്യക്തമായിട്ട്, അതെങ്ങനെയാണ് അവരെ ബാധിക്കുന്നത്, അതെങ്ങനെയാണ് ബാക്കി കേട്ടുകൊണ്ടിരിക്കുന്ന കേൾവിക്കാരെ ബാധിക്കുന്നത്, അതെങ്ങനെയാണ് നമ്മളെ ബാധിക്കുന്നത്, ഇന്ന് രാത്രി എന്നെ കേൾക്കുന്നവരെ ബാധിക്കുന്നു എന്നുള്ള ആ സന്ദേശം തുടർന്നുള്ള ആ ഉപമയിലൂടെ കർത്താവ് വ്യക്തമാക്കുകയായിരുന്നു. യഥാർത്ഥത്തിൽ ഇതും പുരോഹിതന്മാരെ കൂടുതൽ പ്രകോപിപ്പിക്കുന്നുണ്ട്. അതേസമയം യഹൂദ ജനതയുടെ അനുസരണക്കേടിന്റെ അനന്തര ഫലങ്ങൾ യേശു പൂർണ്ണമായി വിശദീകരിക്കുന്നത് കേൾക്കാൻ അവിടെ സന്നിഹിതരായ ആൾക്കാർക്കും ഒരു അവസരവും കൂടി ഉണ്ടാകുന്നത് നമുക്ക് അതിനോട് ചേർത്ത് മനസ്സിലാക്കുന്നുണ്ട്. ഈ ഉപമയിൽ 6 പ്രധാന കഥാപാത്രങ്ങളുണ്ട്. ഞാൻ ഒന്നിട്ട് വാക്കുകളിൽ മാത്രം പറഞ്ഞ് മുന്നോട്ട് പോകട്ടെ. ഭൂവുടമ അത് ദൈവമാണെന്ന് നമുക്കറിയാം. മുന്തിരിത്തോട്ടം അത് ഇസ്രായേൽ ജനത്തെ, അല്ലെങ്കിൽ ഇസ്രായേൽ സഭയെ കാണിക്കുന്നു. കുടിയാന്മാർ യഹൂദ മത നേതൃത്വത്തെ കാണിക്കുന്നു. ഭൂവുടമയുടെ സേവകർ എന്ന് പറയുന്നത് അനുസരണയോടും അല്ലെങ്കിൽ അനുസരണയോടെ അല്ലെങ്കിൽ പ്രസംഗിക്കുന്ന ആ പ്രവാചകന്മാരെയാണ് കാണിക്കുന്നത്. വിവിധ കാലാകാലങ്ങളിൽ അവരുടെ അടുക്കിലേക്ക് വന്ന പ്രവാചകന്മാർ, അല്ലെങ്കിൽ വേറൊരർത്ഥത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ അത് ഇസ്രായേൽ ജനത്തിന് അതുവരെ ലഭിച്ചിട്ടുള്ള ദൈവവചനത്തെ, എഴുത്തുകളെ തന്നെയാണ് അത് കാണിക്കുന്നത്. പിന്നീട് നമുക്ക് കാണുന്നത് പുത്രനാണ്, അത് യേശുക്രിസ്തുവാണെന്ന് നമുക്കറിയാം. മറ്റു കുടിയാന്മാർ എന്ന് പറയുന്നത് വിജാതീയരായിട്ടുള്ള അവരെയാണ് ആ മറ്റു കുടിയാന്മാർ എന്ന് പറയുന്നത്. ആ സന്ദേശം, ആ ഉപമ എന്താണെന്ന് നമുക്കൊക്കെ അറിയാം. ഞാൻ അതുകൊണ്ട് ആ ഉപമയിലേക്ക് കാര്യമായിട്ട് പോകുന്നില്ല. അന്നേരം അതിൽ പരാമർശിച്ചിരിക്കുന്ന, അല്ലെങ്കിൽ ആ ഉപമയിൽ പരാമർശിച്ചിരിക്കുന്ന ഒരു കാവൽ ഗോപുരവും മതിലും അതിന്റെ ആ മുന്തിരിത്തോട്ടത്തെയും പഴുത്ത മുന്തിരിയെയും ഒക്കെ സംരക്ഷിക്കുന്നതിനുള്ള മാർഗങ്ങളാണ്. അതിനുവേണ്ടിയാണ് അവിടെ ഒരു കാവൽ ഗോപുരം ഉണ്ടാക്കിയിരിക്കുന്നത്, അതിനൊരു മതിൽ കെട്ടുണ്ടാക്കിയിരിക്കുന്നത്, അതിനെ സംരക്ഷിക്കാൻ വേണ്ടി, അല്ലെങ്കിൽ സംരക്ഷണം ചെയ്യാൻ വേണ്ടിയാണ്. അതിൽ സ്ഥാപിച്ച ഒരു ചക്കിനെ കുറിച്ചും അവിടെ പറയുന്നുണ്ട്. ആ മുന്തിരിയുടെ നീരെടുക്കുവാനും, അല്ലെങ്കിൽ അതിന്റെ ഫലം എടുക്കുവാൻ, അല്ലെങ്കിൽ വീഞ്ഞെടുക്കുവാൻ, അതിന്റെ ആ നല്ല അനുഭവങ്ങളെയൊക്കെ അതിന്റെ യജമാനന്റെ അടുക്കിലേക്ക് എത്തിക്കുവാനുള്ള അതിനുള്ള സാഹചര്യങ്ങളൊക്കെയാണ്, അതിനുവേണ്ടിയാണ് ആ ചക്ക അവിടെ അല്ലെങ്കിൽ സ്ഥാപിച്ചിരിക്കുന്നത്. എന്നാൽ ഇവിടെ വിളവെടുപ്പ് സമയത്ത് മുന്തിരിത്തോട്ടത്തിന്റെ ഉടയവൻ ദൂരെ ആയിരുന്നു എന്നുള്ളതാണ് ആദ്യമേ നമുക്ക് അവിടെ കാണാൻ കഴിയുന്നത്. അങ്ങനെ ദൂരെ ആയിരുന്നതിനാൽ ആ മുന്തിരിത്തോട്ടം പാട്ടക്കാർക്ക് വാടകയ്ക്ക് കൊടുത്തിരുന്നു എന്നുള്ളതാണ് അതിന്റെ ബാക്ക്ഗ്രൗണ്ട്. ഇങ്ങനെയുള്ള സാഹചര്യം, അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു പതിവ് ആ കാലത്ത് ഉണ്ടായിരുന്നു എന്നുള്ളത് നമുക്കറിയാം. കഴിഞ്ഞ ചില വർഷങ്ങൾക്കൊക്കെ മുമ്പ് വരെ നമ്മുടെ ഇടയിലൊക്കെ അങ്ങനെ ഉണ്ടായിരുന്നു. നമ്മുടെ കൃഷി സ്ഥലങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ മറ്റുള്ളവർക്ക് പാട്ടത്തിന് കൊടുക്കുകയും അവരത് കൃഷി ചെയ്തിട്ട് അതിനൊരു വാടക പോലെയോ, അല്ലെങ്കിൽ അവർ ലഭിക്കുന്ന ആ വിളവിന്റെ ഒരു പങ്ക് തരികയോ, അങ്ങനെയൊക്കെ ചെയ്യുന്ന സാഹചര്യം ഉണ്ടല്ലോ. അതുപോലെയുള്ള ഒരു സാഹചര്യത്തെയാണ് ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത്. അന്നേരം ഇങ്ങനെ ഇങ്ങനെ ആ യജമാനന്റെ ഭൂമി, അല്ലെങ്കിൽ ആ ഭൂവുടമയുടെ ഭൂമി ഉപയോഗിക്കുന്നതിനാൽ ആ കുടിയാന്മാരിൽ നിന്ന് പകുതി മുന്തിരിപ്പഴം അയാൾക്ക് പ്രതീക്ഷിക്കാമായിരുന്നു. ആ നിലയിൽ അത് മുന്നോട്ട് പോകാമായിരുന്നു. കാരണം അതിന്റെ തുടക്കമൊക്കെ ചെയ്തെടുത്തത് ആ ഭൂവുടമ തന്നെയാണ്. എന്നാൽ വിളവെടുപ്പിന്റെ കാലമായപ്പോൾ മത്തായി-സുവിശേഷം 21-34 മുതലുള്ള വാക്യം നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഭൂവുടമ തന്റെ ആ വിളവെടുപ്പിലെ തന്റെ വീതം, തന്റെ അവകാശം ശേഖരിപ്പാൻ തന്റെ ദാസന്മാരെ അയച്ചു. എന്നാൽ
ആ കുടിയാന്മാർ എങ്ങനെയാണ് അവരെ ക്രൂരമായി നിരസിച്ചതെന്നും അവരിൽ ചിലരെ തല്ലുകയും അല്ലെങ്കിൽ അവരെ കല്ലെറിയുകയും കൊല്ലുകയും ചെയ്യുന്നതുള്ള അങ്ങനെയുള്ള വിവരണങ്ങളൊക്കെ നമുക്ക് ആ വേദഭാഗത്ത് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. എന്നാൽ ഉടയവൻ പിന്നെയും ദാസന്മാരെ ആ കുടിയാന്മാരുടെ അടുക്കിലേക്ക് അയച്ചുകൊണ്ടിരിക്കുന്നു, പിന്നെയും ദാസന്മാരെ അയച്ചുകൊണ്ടിരിക്കുന്നു. അങ്ങനെ അവരുടെ ചിലരെയൊക്കെ കൊല്ലുക വരെ ചെയ്തിട്ടുണ്ട്. എങ്കിലും പിന്നെയും അവരോട് അയക്കുമ്പോഴും അവരോടും അതേ നിലയിൽ തന്നെ അവരെ പെരുമാറുകയാണ് ആ ആ തുടർന്നുള്ള കാലഘട്ടങ്ങളിലൊക്കെ ചെയ്യുന്നതെന്ന് ആ ഉപമയിലൂടെ വ്യക്തമാക്കുന്നു. ഇവിടെ കാണുന്ന അയക്കപ്പെടുന്ന ഈ സേവകർ ദൈവം തന്റെ ജനത്തിന്റെ നടുവിലേക്ക് അയച്ച പ്രവാചകന്മാരെ പ്രതിനിധീകരിക്കുന്നവരാണെന്ന് ഞാൻ മുമ്പ് പറഞ്ഞിരുന്നു, അല്ലെങ്കിൽ തിരുവചനത്തെയാണെന്ന് ഞാൻ പറഞ്ഞിരുന്നു. പ്രിയമുള്ളവരെ, യിരെമ്യാവ്, യോഹന്നാൻ സ്നാപകൻ തുടങ്ങിയ പഴയ നിയമ പ്രവാചകന്മാരുടെ ചരിത്രം പരിശോധിച്ചാൽ യേശു കർത്താവ് പറയുന്ന ഈ ഉപമയിൽ ദൈവത്തിന്റെ വേദനയെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അയച്ചിട്ടും അത് കേൾക്കാത്ത ഒരു കൂട്ടത്തിൽ, അതായത് അല്ലെങ്കിൽ അവരെ അംഗീകരിക്കാതെ അല്ലെങ്കിൽ ദൈവത്തിന്റെ വചനത്തെ അനുസരിക്കാതെ അവരുടെ കയ്യിൽ കിട്ടിയിട്ടും അവരുടെ മുമ്പിൽ ഉണ്ടായിരുന്നിട്ടും അവരുടെ ചെവിയിലും അവരുടെ ആ കരങ്ങളിൽ അല്ലെങ്കിൽ ആ നിലയിലൊക്കെ അത്ര സ്വാതന്ത്ര്യമായി അവരുടെ അടുക്കൽ ഉണ്ടായിരുന്നിട്ടും ഒക്കെ അതിനെ തള്ളിക്കളഞ്ഞതിന്റെ വേദനയൊക്കെ നമുക്ക് ഇവരുടെയൊക്കെ ഈ പ്രവാചകന്മാരുടെ ചരിത്രങ്ങളൊക്കെ നോക്കിയാൽ നമുക്ക് മനസ്സിലാകുന്നുണ്ട്. ഈ ഉപമയിൽ യേശു മതസ്ഥാപനങ്ങളെ അവർ എങ്ങനെയായിരുന്നു എന്ന് ഓർമ്മിപ്പിക്കുക മാത്രമല്ല, അവരുടെ മനസ്സിലൊരു ചോദ്യം കൂടി ഉന്നയിക്കുകയാണ് ചെയ്യുന്നത്. അതായത് മഹാപുരോഹിതന്മാരും ജനത്തിന്റെ മൂപ്പന്മാരുമായ അവർക്ക് എങ്ങനെ ദൈവജനം എന്ന നിലയിൽ അനുസരണം അവകാശപ്പെടാനും അവന്റെ ദൂതന്മാരെ നിരസിക്കാനും കഴിയുമെന്നതായിരുന്നു ആ ചോദ്യം. അതായത് ഒരു ദൈവജനമാണെന്ന് അവർ ക്ലെയിം ചെയ്യുന്നുണ്ട്, നമ്മൾ ക്ലെയിം ചെയ്യാറുണ്ട്. എന്നിട്ട് നമുക്ക് അതിനൊക്കെ വിചിന്തനം ചെയ്യാനുള്ള ഒരു അവസരം കൂടെ തന്നെയാണ്. കാരണം രക്ഷിക്കപ്പെട്ട നാളുകളിൽ നമുക്കുണ്ടായിരുന്ന ആത്മീക തീഷ്ണത, നമുക്കുണ്ടായിരുന്ന ആത്മീക കാഴ്ചപ്പാട്, നമുക്ക് വിശുദ്ധിക്ക് വേണ്ടി നമുക്കുണ്ടായിരുന്ന ഒരു ആഗ്രഹം, അതിനുവേണ്ടി നാം കൊടുക്കുന്ന വിലകൾ, എന്നാൽ ഈ കാലഘട്ടത്തിൽ മുന്നോട്ട് പോകുമ്പോൾ പല കാര്യങ്ങളും സാഹചര്യങ്ങളും ഒക്കെ വരുമ്പോൾ നമ്മുടെ അങ്ങനെയുള്ള ആത്മീക വശങ്ങളൊക്കെ അതിലൊക്കെ നാം തണുത്ത് അതിനോടൊക്കെ നമ്മളൊരു നിസ്സംഗത പുലർത്തുമ്പോൾ ഇതുപോലെയുള്ള തെരുവചനം നമ്മളോട് സംസാരിക്കുന്നുണ്ട്. ആ സംസാരിക്കുന്നത് കേൾക്കാൻ തയ്യാറാകാതെ പലപ്പോഴും നമ്മൾ ആയി പോകുന്നു എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. നാം അല്പം ഇരുന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ, നാം ആ വചനങ്ങളിലേക്കൊക്കെ പോയി കഴിഞ്ഞാൽ, പണ്ടുള്ള ദേവദാസന്മാർ പ്രസംഗിച്ച ആ തിരുവചനങ്ങളും അതിന്റെ ആ കാഠിന്യമായ കീറി മുറിക്കുന്നതായിട്ടുള്ള ആ അതിന്റെയൊക്കെ ആഴങ്ങളെയൊക്കെ ഇന്നൊന്നും നമ്മളൊന്ന് തിരിഞ്ഞ് ചിന്തിച്ചു കഴിഞ്ഞാൽ ഇന്നൊന്നും അങ്ങനെയുള്ള പ്രസംഗങ്ങളൊക്കെ വളരെ കുറച്ച് കേൾക്കാനുള്ളൂ, വളരെ കുറച്ച് നമുക്ക് ഇഷ്ടമുള്ളൂ, അല്ലെങ്കിൽ വളരെ കുറച്ച് കേൾക്കുമ്പോൾ തന്നെ നാം അതിനെയൊക്കെ അവോയ്ഡ് ചെയ്യുന്നു എന്നുള്ളൊരു യാഥാർത്ഥ്യമാണ്. അങ്ങനെയാണെങ്കിൽ ഇതേ ചോദ്യം തന്നെ നമ്മളോട് ഇവിടെ ചോദിക്കുന്നുണ്ട്. മഹാപുരോഹിതനും ജനത്തിന്റെ മൂപ്പന്മാരുമായ അവർക്ക് എങ്ങനെയാണ് ദൈവജനം എന്ന നിലയിൽ ഒരു അനുസരണം അവകാശപ്പെടാൻ കഴിയുന്നത്, അല്ലെങ്കിൽ അവകാശികൾ എന്ന് അവകാശപ്പെടാൻ കഴിയുന്നത്, അല്ലെങ്കിൽ ദൈവത്തിന്റെ ദൂതന്മാരെ നിരസിക്കാൻ കഴിയുന്നു എന്നുള്ള അതേ ചോദ്യം തന്നെ നമ്മളോട് ചോദിക്കുന്നുണ്ടെന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യം. ഇന്ന് രാത്രി ആ ചോദ്യത്തിന്റെ മുമ്പിൽ നമുക്ക് നമ്മളെ തന്നെ ഹൃദയം തുറക്കാം, നമുക്ക് മുന്നോട്ട് പോകാം. ഈ ഉപമയിൽ എത്ര സേവകന്മാരെ ആ ഉടമ അയച്ചു എന്ന് ഇവിടെ വ്യക്തമാക്കുന്നില്ല. ദാസന്മാരെ അയച്ചു, പിന്നെയും അയച്ചു എന്നുള്ളതൊക്കെ നമുക്ക് അവിടെ കാണാൻ കഴിയുന്നുണ്ട്. നിരവധി പേരെ അയക്കുന്നതായിട്ട് നമുക്ക് കാണുന്നുണ്ട്. അതായത് ഈ ഉപമയിൽ കൂടി അവരോട് നടത്തുന്ന ആശയവിനിമയത്തിന്റെ കാതൽ എന്ന് പറയുന്നത് പശ്ചാത്താപമില്ലാത്ത ഒരു ജനതയോട് തന്റെ പ്രവാചകന്മാരിലൂടെ ദൈവം എത്ര തവണ ആവർത്തിച്ച് അഭ്യർത്ഥിക്കണമെന്നൊരു നിസ്സഹായത പോലെ അങ്ങനെ തോന്നുന്ന ഒരു ചോദ്യമാണ്. എത്ര തവണ ഞാൻ നിങ്ങളുടെ അടുക്കൽ വന്ന് നിങ്ങളോട് ഞാൻ അഭ്യർത്ഥിക്കണം, എത്ര തവണ ഞാൻ നിങ്ങളുടെ അടുക്കൽ വന്ന് നിങ്ങളോട് ഞാൻ ഉപദേശിക്കണം, നിങ്ങളെ വഴിയിലേക്ക് മടങ്ങി വരാൻ അഭ്യർത്ഥിക്കണം എന്നുള്ള അതേ ചോദ്യമാണ് നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്നത്. നമുക്കറിയാം ലാസറിന്റെയും ധനവാന്റെയും ആ കഥ നമുക്കറിയാം. കർത്താവ് പറഞ്ഞ ആ കഥയിൽ തന്റെ സഹോദരന്മാരെ ഉപദേശിക്കുവാൻ ലാസറിനെ വീണ്ടും ഭൂമിയിലേക്ക് അയക്കാൻ ആവശ്യപ്പെടുന്ന ധനവാനെ നമുക്ക് അതിന്റെ അവസാനത്തിൽ കാണാൻ കഴിയുന്നുണ്ട്. എന്നാൽ ഭൂമിയിൽ അനേകം പ്രവാചകന്മാർ ഉള്ളതിനാൽ ധനവാന്റെ ആവശ്യം നിരസിക്കപ്പെട്ടു എന്നുള്ളതാണ് നമുക്ക് കാണുന്നത്. അതായത് ഭൂമിയിൽ മോശയും അനേക പ്രവാചകന്മാരും ഉണ്ട്. അതായത് പിന്നെയും അയച്ചുകൊണ്ടിരിക്കുന്നു, പിന്നെയും അവരുടെ അടുക്കൽ വചനമുണ്ട്, എന്നിട്ട് പിന്നെയും എത്രയും തവണ ഇനി എത്ര തവണ ഞാൻ ഇനി അയക്കണമെന്നുള്ള ആ ചോദ്യമാണ് അവിടെ കർത്താവ് ആ മത നേതാക്കന്മാരോട്, മഹാപുരോഹിതന്മാരോട്, അവിടെ ചുറ്റുമുള്ള അത് കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരോടുമായിട്ട് കർത്താവ് ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. പ്രിയമുള്ളവരെ, ഭൂമിയിൽ കഴിഞ്ഞ നാളിൽ വന്ന പ്രവാചകന്മാരും അവർ കേട്ടെഴുതി കൊണ്ടുവന്ന സന്ദേശങ്ങളും ഉണ്ടായിരിക്കെ ഇനിയും സേവകന്മാരെ അയക്കുന്നതിന് പകരം അവകാശിയായ തന്റെ മകനെ തന്നെ കർത്താവ് ദൈവം അയക്കുന്നു എന്നുള്ളതാണ് അതിന്റെ തുടർന്ന് ആ സന്ദേശത്തിലൂടെ അവിടെ വ്യക്തമാക്കുന്നത്. ഇവിടെ കാണുന്ന ആ കുടിയാന്മാർക്ക് അവരുടെ ജീവിതത്തിൽ നല്ല സാഹചര്യങ്ങളൊക്കെ ഒരുങ്ങിയത് ആ യജമാനൻ തന്റെ ഭൂമി അവർക്ക് വിട്ടുകൊടുത്തതിലൂടെയാണ്. അവർ ആ മത നേതാക്കന്മാരായത്, അല്ലെങ്കിൽ ആ ദേവാലയത്തിന്റെ അതിന്റെ സംരക്ഷകരായിരിക്കുന്നത്, അല്ലെങ്കിൽ ആ ദേവാലയത്തിന്റെ ആ ഭാഗ്യങ്ങളും അതിന്റെ അവകാശങ്ങളിലും ഒക്കെ
ഒക്കെ പങ്കുള്ളവരായി മാറുവാൻ കഴിഞ്ഞത് പ്രിയമുള്ളവരെ അവർക്ക് അങ്ങനെ ഒരു അവകാശം കൊടുത്തതുകൊണ്ടാണ്. ഈ ദൈവം തന്നെ അങ്ങനെ ഒരു അവകാശം കൊടുത്തതുകൊണ്ടാണ് അതിനോട് ചേർന്ന് വരുവാനൊക്കെ അവർക്ക് അവകാശം ലഭിച്ചതെന്ന് അതൊരു യാഥാർത്ഥ്യമാണ്. ആയതിനാൽ അവർ തീർച്ചയായും അവനെ ബഹുമാനിക്കുമെന്ന് വിശ്വസിച്ചിട്ട് തന്നെയാണ് ആ ഭൂവുടമ തന്റെ സ്വന്തം മകനെ അവരുടെ ഇടയിലേക്ക് അയക്കുന്നത്. കാരണം അവർക്കൊരു സൗഭാഗ്യമുണ്ടായി, അവർക്കൊരു നന്മയുണ്ടായി, അവർ ദൈവജനം എന്നൊരു വിളി കേൾക്കപ്പെട്ടു, അല്ലെങ്കിൽ അവർ ദൈവ മക്കൾ എന്നുള്ള ആ ഒരു അവകാശത്തിനൊക്കെ അവർ മുന്നോട്ട് പോവുകയാണ്. തിരുവചനം അവരുടെ കയ്യിലുണ്ട്. അവർ അങ്ങനെയുള്ള അല്ലെങ്കിൽ ദൈവം പഴയ നിയമത്തിൽ കൊടുത്തിരിക്കുന്ന ആചാരങ്ങളൊക്കെ അനുസരിക്കുന്നവരാണ്. അങ്ങനെയെങ്കിൽ ഇതിനൊക്കെ കാരണമായ തന്റെ ഏക അവകാശിയായ തന്റെ മകനെ അവരുടെ അടുക്കിലേക്ക് അയക്കുമ്പോൾ തീർച്ചയായിട്ടും അവനെ ബഹുമാനിക്കുമെന്നുള്ള ഒരു സന്ദേശം അത് ദൈവത്തിന്റെ ഉള്ളിലുണ്ടെന്നുള്ളതാണ് കർത്താവ് അവിടെ വ്യക്തമാക്കുന്നത്. എന്നാൽ കുടിയാന്മാർ ഇവിടെ ഒരു അവസരം കാണുന്നു എന്നുള്ളതാണ് ആ തുടർന്നുള്ള ആ ഉപമയിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. സകലത്തിന്റെയും അവകാശിയായ ആ മകനെ കൊന്നാൽ നിലവും അതിലെ അനുഭവങ്ങളും അവർക്ക് ലഭിക്കുമെന്ന് അവർ ചിന്തിക്കുകയാണ്. അവർ അങ്ങനെയാണ് അതിനെ മനസ്സിലാക്കുന്നത്. ആ നിലയിലാണ് അവർ അതിനെ കാണുന്നത്. യേശു കർത്താവ് പറഞ്ഞ ഈ ഉപമയുടെ സൂചനകളിലേക്ക് വന്നാൽ, ജനത്തിന്റെ ഇടയിൽ ദൈവത്തിന്റെ സാന്നിധ്യം ഇറങ്ങി വസിക്കുവാനായി ഒരുക്കപ്പെട്ട ദേവാലയവും അനുബന്ധ കാര്യങ്ങൾ സ്വന്തമാക്കാനായി ദൈവവചനത്തെയും ദൈവപുത്രനെയും മത നേതൃത്വങ്ങൾ തിരസ്കരിക്കുമെന്നുള്ള ആ ചിന്ത അവിടെ വളരെ വളരെ വ്യക്തമായി കർത്താവ് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഈ കാലഘട്ടത്തിൽ നമുക്ക് ചുറ്റുമ്പോൾ പല 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 സാഹചര്യങ്ങൾ, ഞാനതിനെ വ്യക്തമായിട്ട് ഞാൻ പേരെടുത്തൊന്നും പറയുന്നില്ല. ഈ ദിവസങ്ങളിൽ സോഷ്യൽ മീഡിയയിൽ കാണുന്ന പല ചർച്ചകൾ, പലരെ കുറിച്ചുള്ള വാദങ്ങൾ, അതൊക്കെ കാണുമ്പോൾ എത്രയോ വേദന നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാറുണ്ട്. അത് നമ്മുടെ ആത്മീയ നില, അല്ലെങ്കിൽ നമ്മൾ ചിന്തിച്ചിരിക്കുന്ന, നമ്മൾ ഗ്രഹിച്ചിരിക്കുന്ന ആ ആത്മീയ നിലയിലാണ് നമുക്ക് അതിനെക്കുറിച്ച് ആ നിലയിലുള്ള ഒരു വേദന ഉണ്ടാകുന്നത്. തിരുവചനത്തെയാണല്ലോ ഇവരിങ്ങനെ വിൽക്കുന്നത്, ദൈവത്തെയാണല്ലോ ഇവരിങ്ങനെ വിൽക്കുന്നത് എന്നുള്ള ചോദ്യമൊക്കെ നമ്മുടെ ഉള്ളിൽ വരാറുണ്ട്. എന്നാൽ ദൈവത്തിന്റെ ആ പൂർണ്ണമായ വിശുദ്ധിയും പൂർണ്ണമായ പരിശുദ്ധിയും അതൊക്കെ അല്ലെങ്കിൽ നമ്മളെ കുറിച്ചുള്ള സകല നിത്യതയെ കുറിച്ചുള്ള സകല കാര്യങ്ങളുമുള്ള ആ അറിവിൽ കർത്താവിന്റെ വേദന എത്രമാത്രം വലുതായിരിക്കും എന്നുള്ളത് നാം ഓരോരുത്തരും ചിന്തിക്കുക. അതുകൊണ്ടാണ് ഇത് നമ്മളോടുമുള്ള ചിന്തയാണ്. നമുക്കും കുറെ കാര്യങ്ങൾ ഇതിൽ നിന്ന് മനസ്സിലാക്കാനുണ്ടെന്ന് ഞാൻ ആദ്യമേ അതിന് ആമുഖമായി തന്നെ പറഞ്ഞത്. ഞാൻ മുമ്പ് പറയില്ല, ഈ പല രൂപാന്തരങ്ങളൊക്കെ നമുക്ക് ചുറ്റും കാണാറുണ്ട്. ഇവിടെ യഹൂദ നേതൃത്വം നടത്തുന്നത് അവകാശിയെ തന്നെ ഇല്ലാതാക്കാനുള്ള ഒരു ഗൂഢാലോചനയാണെന്ന് നമുക്കറിയാം. ആ സുവിശേഷങ്ങളുടെ അവസാനം, അല്ലെങ്കിൽ നമുക്ക് പുതിയ നിയമത്തിന്റെ അവസാനങ്ങളൊക്കെ നമുക്കത് കാണാൻ കഴിയുന്നുണ്ട്. കർത്താവ് യേശുക്രിസ്തുവിന്റെ മരണശേഷം അപ്പോസ്തലനായ പത്രോസ് യഹൂദ മത നേതൃത്വത്തിനെതിരെ ഇതേ ആരോപണങ്ങൾ ഉന്നയിക്കുന്നത് അപ്പോസ്തല പ്രവൃത്തി 4-ാം അധ്യായത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. 4-ാം അധ്യായത്തിന്റെ 8 മുതൽ 12 വരെയുള്ള വാക്യങ്ങൾ നമ്മൾ നോക്കുകയാണെങ്കിൽ അവിടെ ഇങ്ങനെയാണ് പറയുന്നത്. പത്രോസ് പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായി അവരോട് പറഞ്ഞത്, ജനത്തിന്റെ പ്രമാണികളും മൂപ്പന്മാരുമായുള്ളവരെ, ഈ ബലഹീന മനുഷ്യനുണ്ടായ ഉപകാര നിമിത്തം ഇവൻ എന്തൊന്നിനാൽ സൗഖ്യമായി എന്ന് ഞങ്ങളെ ഇന്ന് വിസ്തരിക്കുന്നുവെങ്കിൽ, നിങ്ങൾ ക്രൂശിച്ചവനും ദൈവം മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചവനുമായ നസറേയനായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ ഇവൻ സൗഖ്യമുള്ളവനായി നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നു എന്ന് നിങ്ങൾ എല്ലാവരും ഇസ്രായേൽ ജനമൊക്കെയും അറിഞ്ഞുകൊള്ളുവീൻ എന്നുള്ളതാണ് അവിടെ പറയുന്നത്. അവിടെ പറയുന്നത് നിങ്ങൾ ക്രൂശിച്ചവനും, പക്ഷെ നിങ്ങൾ ക്രൂശിച്ചുവെങ്കിലും, അതായത് ഇവർ ഉദ്ദേശിച്ചത് അവകാശമില്ലായ്മ ചെയ്തു കഴിഞ്ഞു കഴിഞ്ഞാൽ അതെന്താ പറയാ, അതോടുകൂടി എല്ലാം അവസാനിക്കുമെന്നുള്ള ചിന്തയിലാണ് കഴിഞ്ഞത്. പക്ഷെ അവകാശം ഇല്ലാതാക്കുന്നതോടെ എല്ലാം അവസാനിക്കുകയല്ല ചെയ്തത്. അതൊരു പുതിയ തുടക്കത്തിന്റെ കാരണമായിരുന്നു. ഞാൻ അതിലേക്ക് പിന്നീട് വരാം. ഒരു പുതിയ തുടക്കം അവിടെ ഉണ്ടാകുന്നുണ്ട്. ദൈവം മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചവൻ, അവനിൽ നിന്ന് സൗഖ്യം വരുവാൻ, അവനിൽ നിന്ന് ഒരു പുതിയൊരു അനുഗ്രഹം പ്രാപിപ്പാനായിട്ട് അവിടെ ഒരു മനുഷ്യന് സാധിച്ചു എന്നുള്ളതാണ് നമുക്ക് അവിടെ കാണാൻ കഴിയുന്നത്. അന്നേരം ഈ ആഹ്വാനത്തിന്റെ തുടർച്ച തന്നെയായിട്ട് അപ്പോസ്തല പ്രവൃത്തിയിൽ പത്രോസ് പിന്നീട് പറയുന്നുണ്ട്. കർത്താവ് ആ ഉപമയോട് ചേർത്ത് പറഞ്ഞ, നമ്മൾ 21-ാം അധ്യായത്തിന്റെ 42-ാം വാക്യത്തിൽ പറഞ്ഞ ഒരു കാര്യം കൂടെ ആ 4-ാം അധ്യായത്തിന്റെ 11-ാം വാക്യത്തിൽ, അപ്പോസ്തല പ്രവൃത്തി 4-ാം അധ്യായത്തിന്റെ 11-ാം വാക്യത്തിൽ പത്രോസ് അവിടെ ഉദ്ധരിക്കുന്നുണ്ട്. സങ്കീർത്തനത്തിലുള്ള ഒരു വാക്യമാണ്. അതിങ്ങനെയാണ്, വീട് പണിയുന്നവരായ നിങ്ങൾ തള്ളിക്കളഞ്ഞിട്ട് കോണിന്റെ മൂലക്കല്ലായി തീർന്ന കല്ല് ഇവൻ തന്നെ എന്നുള്ള കാര്യമാണ്. അത് സങ്കീർത്തനത്തിലുള്ള വാക്യമാണ്. അതിന്റെ വിശദീകരണങ്ങളൊക്കെ നമുക്കറിയാം. ഉപമയിലെ കുടിയന്മാരായ മത നേതൃത്വം അവകാശി, അല്ലെങ്കിൽ ഈ പറയുന്ന അവർക്ക് കിട്ടിയിരിക്കുന്ന ആ അല്ലെങ്കിൽ ഭൂമിയിലെ കൃഷിഭൂമിയിലെ മുന്തിരിത്തോട്ടത്തിലെ, അല്ലെങ്കിൽ ആ ദേവാലയത്തിലെ, അതിന്റെ സാഹചര്യത്തിലെ അതിനൊരു അവകാശി ഇല്ലാതെയായി പോയാൽ, അല്ലെങ്കിൽ ഇല്ലാതെ ആയാൽ എല്ലാം അവരുടെ സ്വന്തമാകുമെന്ന് വിചാരിച്ചുകൊണ്ട് നടത്തിയ നീക്കങ്ങൾക്കൊടുവിൽ ആ മുന്തിരിത്തോട്ടത്തിലൂടെ പകരുന്ന ആത്മീയ അനുഗ്രഹങ്ങൾ നമുക്കറിയാം. അത് ഞാൻ ഇതിലേക്ക് ആത്മീയ വശങ്ങളുണ്ട് നമുക്കറിയാം. ഒരിക്കലും ഒരു സാധാരണ ഒരു മുന്തിരിത്തോട്ടമല്ല അവിടെ ഉദ്ദേശിക്കുന്നത്. സാധാരണ മുന്തിരിത്തോട്ടത്തിൽ ഏൽപ്പിച്ചിരിക്കുന്ന ചില സാധാരണക്കാരായ ആൾക്കാരെ അല്ല അവിടെ ഉദ്ദേശിക്കുന്നത് നമുക്കറിയാം. അങ്ങനെ ആ മുന്തിരിത്തോട്ടത്തിലൂടെ പകരുന്ന ആത്മീയ അനുഗ്രഹങ്ങൾ വിതരണം ചെയ്യുന്ന ഒരു പുതിയ കേന്ദ്രത്തിന് കല്ലിടുവാൻ അവർ അവസരമൊരുക്കുകയായിരുന്നു. അവർ ഇല്ലാതാക്കുവാൻ ആഗ്രഹിച്ചതിലൂടെ, അവർ അവകാശിയെ കൊല്ലുവാൻ ആഗ്രഹിച്ചതിലൂടെ, അങ്ങനെ തുനിയുന്നതിലൂടെ ആ മുന്തിരിത്തോട്ടത്തിലൂടെ പകരുന്ന
ആത്മീയ അനുഗ്രഹങ്ങൾ വിതരണം ചെയ്യുന്നതിന് ഒരു പുതിയ കേന്ദ്രം, ഒരു പുതിയ കെട്ടിടത്തിന് തറക്കല്ലിടുകയായിരുന്നു. ഒരു പുതിയ സംരംഭത്തിന് തുടക്കം കുറിക്കുവാൻ അവർ അവസരം ഒരുക്കുകയായിരുന്നു വ്യത്യസ്തമായ നിലയിൽ. പ്രിയമുള്ളവരെ, അതിനോട് ചേർത്ത് പറയുകയാണെങ്കിൽ വ്യത്യസ്ത ഭാവത്തിലും പശ്ചാത്തലത്തിലുമുള്ള അനേകം കല്ലുകളെ രൂപാന്തരപ്പെടുത്തി ആ മൂലക്കല്ലിനോട് ചേർത്തിണക്കി മനോഹരമായ ഒരു കെട്ടിടം രൂപപ്പെട്ടു വരുന്നുണ്ട്. അവർ തിരസ്കരിച്ചപ്പോൾ, അവർ കൊന്നപ്പോൾ, അവർ വേണ്ട എന്ന് വെച്ചപ്പോൾ, അവർ അവകാശികളാകുമെന്ന് വിചാരിച്ചപ്പോൾ അവകാശങ്ങൾ അവർക്ക് കിട്ടിയില്ല എന്ന് തന്നെയല്ല, ആ അവകാശങ്ങൾ വേറൊരു തരത്തിൽ മറ്റൊരു ജാതികൾക്ക് അല്ലെങ്കിൽ വേറെ ചില കുടിയാന്മാരിലേക്ക് അത് പകർന്നു പോകുന്ന ആ ഒരു അനുഭവമാണ് അവിടെ നമുക്ക് കാണുന്നത്. അതിനെ കുറച്ചുകൂടി നമുക്ക് വിശദമായി പിന്നീട് ചിന്തിക്കാം. നമുക്ക് വീണ്ടും ആ ഉപമയിലേക്ക് മടങ്ങി വന്നാൽ, അവകാശിയെ കൊല്ലുന്നതിലൂടെ സ്വത്തിനു വേണ്ടിയുള്ള തങ്ങളുടെ പോരാട്ടം അവസാനിച്ചു എന്ന് കുടിയാന്മാർ കരുതിയിരിക്കാം, അവരങ്ങനെ ചിന്തിച്ചിരിക്കാം. പക്ഷെ യാഥാർത്ഥ്യം അങ്ങനെയല്ല. സകലത്തിന്റെയും ഉടമ താമസിയാതെ രംഗത്ത് പ്രത്യക്ഷപ്പെടുമെന്നുള്ള സന്ദേശം കൂടെ കർത്താവ് അവിടെ പറയുന്നുണ്ട്. അതിന് 40-ാം വാക്യത്തിൽ യേശു തന്നെ തടയാൻ വന്ന മത നേതൃത്വത്തോട് ഒരു ചോദ്യം ചോദിക്കുന്നതിലൂടെ അത് വ്യക്തമാക്കുന്നുണ്ട്. മത്തായി സുവിശേഷം 21-ാം അധ്യായത്തിന്റെ 40-ാം വാക്യത്തിൽ പറയാണ്, കർത്താവരോട് ചോദിക്കുകയാണ്, ആകയാൽ മുന്തിരിത്തോട്ടത്തിന്റെ ഉടയവൻ വരുമ്പോൾ ആ കുടിയാന്മാരോട് എന്ത് ചെയ്യും? ഈ ചോദ്യത്തിന്, അത് അവരോട് ചോദിക്കുകയാണ്. ആ ചോദ്യത്തിന് ഉത്തരമായി ദൈവത്തിനും മനുഷ്യർക്കും ഇടയിലെ ആത്മീയ വിഷയങ്ങളുടെ മേൽ അധികാരം നൽകപ്പെട്ട ആ മഹാപുരോഹിതന്മാരും ജനത്തിന്റെ മൂപ്പന്മാരും തങ്ങളുടെ ആ അധികാരത്തിൽ നിന്നുകൊണ്ട് തന്നെ തങ്ങളുടെ തന്നെ ദയനീയമായ വിധിയെക്കുറിച്ച് അവർ പ്രവചിക്കുന്നതാണ്. അതിന്റെ 41-ാമത്തെ വാക്യത്തിൽ പറയുന്നുണ്ട്, അവനാ വല്ലാത്തവരെ നിഗ്രഹിച്ച് തക്ക സമയത്ത് അനുഭവം കൊടുക്കുന്ന വേറെ കുടിയാന്മാർക്ക് ആ തോട്ടം ഏൽപ്പിക്കുമെന്ന് അവർ അവനോട് പറഞ്ഞു. അവരുടെ അവകാശത്തെ കുറിച്ചാണ് അവർ പറയുന്നത്. ആ തോട്ടം വേറെ കുടിയന്മാർക്ക്, അവരുടെ കൂട്ടത്തിൽപ്പെടാത്ത, ഇതുവരെ അവർ സ്വന്തം ജനമെന്ന് പറഞ്ഞ ആ കൂട്ടത്തിൽ ഉൾപ്പെടാത്ത വേറെ ചിലർക്ക് അത് ഏൽപ്പിക്കുമെന്നുള്ള ആ സന്ദേശമാണ്. അവർ തന്നെ അത് വിധിക്കുകയാണ്, അവർ തന്നെയാണ് അത് പ്രവചിച്ച് പറയുന്നത് എന്നുള്ളതാണ് നമുക്ക് അവിടെ നിന്ന് മനസ്സിലാക്കേണ്ടത്. ഇത്രയും നാൾ ആ ഭൂവുടമ അയച്ച സേവകന്മാരെ അല്ലെങ്കിൽ ദാസന്മാരെ ഗൗനിക്കാതിരുന്ന ആ കുടിയാന്മാരുടെ മുൻകാല അനുസരണക്കേടും ഇപ്പോൾ അവകാശിയായ പുത്രനെയും ഉപദ്രവിക്കുന്ന കാര്യമാണ് അവിടെ വെളിപ്പെടുത്തുന്നത്. ആ വാക്യങ്ങളിലൂടെ നമുക്ക് മനസ്സിലാക്കേണ്ടത്. പക്ഷേ പുത്രനെ ഉപദ്രവിച്ചാലും അവർ വിചാരിക്കുന്ന പോലെ അല്ല കാര്യങ്ങൾ നടക്കുന്നതെന്ന് കർത്താവ് ആ തള്ളിക്കളഞ്ഞ മൂലക്കല്ലിന്മേലുള്ള ആ ദൈവപ്രവൃത്തി അറിയിക്കുന്നതിലൂടെ അവരെ വെളിപ്പെടുത്തുന്നുണ്ട്. അവർ കാലാകാലങ്ങളായി കാത്തിരുന്ന അവരുടെ മശിഹായെ, അവരുടെ രക്ഷകനെ, തിരഞ്ഞെടുക്കപ്പെട്ട മറ്റൊരു കൂട്ടത്തിന്റെ അടിസ്ഥാനമായും നായകനായും മാറുമെന്നുള്ള ഒരു വലിയ മർമ്മം അവരെ അറിയിക്കുകയാണ്. നിങ്ങളുടെ ഇടയിലേക്ക് വരുന്ന മശിഹ, നിങ്ങളുടെ മശിഹായായി മാറേണ്ട ആ മൂലക്കല്ല്, നിങ്ങൾ അതിനെ തള്ളിക്കളയുമ്പോൾ, അതിനെ ഇല്ലാതാക്കി നിങ്ങൾ അതിന്റെ അവകാശങ്ങളെ കൈപ്പറ്റാമെന്ന് വിചാരിക്കുമ്പോൾ അതൊരു മറ്റൊരു കൂട്ടത്തിന്റെ അടിസ്ഥാനമായും നായകനായി മാറുമെന്നുള്ള ഒരു സന്ദേശം അല്ലെങ്കിൽ ആ മർമ്മത്തെ അവരോട് അറിയിക്കുന്നുണ്ട്. കർത്താവായ യേശു ക്രിസ്തു സഭയുടെ തുടക്കമാണെന്ന് നമുക്കറിയാം, അതിന്റെ അടിസ്ഥാനവുമാണെന്ന് നമുക്കറിയാം. ഇപ്പോൾ സഭയുടെ മേൽ തന്റെ ശരിയായ പദവിയിൽ അല്ലെങ്കിൽ നായകനായി അവൻ നിലകൊള്ളുന്നു എന്നുള്ളത് അത് നമുക്ക് അറിയാൻ കഴിയുന്നുണ്ട്. കൂടാതെ സഭയെ അതിന്റെ ദൈവവിധി നിറവേറ്റുവാൻ, ദൈവസഭയുടെ അല്ലെങ്കിൽ ദൈവത്തിന്റെ ആ തിരഞ്ഞെടുക്കപ്പെട്ട കൂട്ടത്തിൽ മേലുള്ള ദൈവത്തിന്റെ വിധി നിറവേറ്റുവാനായിട്ട് അവരെ നയിക്കുന്ന നായകനായി അവൻ കൂടെ ഉണ്ടെന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്കറിയാം. ആ വാക്യങ്ങളിലേക്കും എല്ലാ ചിന്തകളിലേക്കൊന്നും നമുക്ക് അധികമായി കടന്നു പോകേണ്ടത്, അതൊക്കെ നമുക്ക് മനസ്സിലാക്കുന്നുണ്ടല്ലോ. എന്നാൽ ഈ ഉപമയിൽ മത നേതാക്കന്മാർക്ക് എന്ത് സംഭവിക്കുമെന്നത് അതിന്റെ 43-ാം വാക്യത്തിൽ കാണുന്നുണ്ട്. അവിടെ യേശു അവരുടെ അനുസരണക്കേടും അത് തികച്ചും വ്യക്തിപരമായ നഷ്ടങ്ങളിലേക്ക് തന്നെ എത്തുമെന്നുള്ള കാര്യം അവരെ അറിയിക്കുന്നുണ്ട്. അതിന്റെ 43-ാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു, അതുകൊണ്ട് ദൈവരാജ്യം നിങ്ങളുടെ പക്കൽ നിന്ന് എടുത്ത് അതിന്റെ ഫലം കൊടുക്കുന്ന ജാതിക്ക് കൊടുക്കുമെന്ന് ഞാൻ നിങ്ങളോട് പറയും എന്ന് പറഞ്ഞു കർത്താവ് പറയുകയാണ്. വളരെ കൃത്യമായിട്ട് പറയണം. അവരുടെ അനുസരണക്കേട് നിമിത്തം അവർ സ്വർഗരാജ്യത്തിൽ നിന്ന് വ്യക്തിപരമായും ഒരു ജനമായും ഉപേക്ഷിക്കപ്പെടുമെന്നുള്ള കാര്യം യേശു കർത്താവ് അവിടെ വ്യക്തമാക്കുകയാണ്. അത് സംഭവിച്ച കാര്യങ്ങളും അതിന്റെ പിന്നീടുള്ള ചരിത്രങ്ങളൊക്കെ നമുക്കറിയാം. നമുക്ക് അവകാശം കിട്ടിയതൊക്കെ ആ നിലയിലാണെന്നുള്ളതൊക്കെ നമുക്കറിയാം. തങ്ങളുടെ പക്കലുള്ള ദൈവരാജ്യ പദവികളെടുത്ത് അത് ഫലം കൊടുക്കുന്ന വേറെ ജാതികൾക്ക് നൽകുമെന്നുള്ളത് അല്ലെങ്കിൽ നൽകുമെന്നുള്ള ആ കാര്യം ദൈവത്തിന്റെ സ്വന്തം ജനമെന്ന് അവകാശപ്പെട്ട് നടന്ന അവർക്ക് സഹിക്കാവുന്നതിലധികമായിരുന്നു. അവർക്ക് കഴിയത്തില്ലായിരുന്നു. ദൈവത്തിന്റെ അല്ലെങ്കിൽ ഹോബിയുടെ അല്ലെങ്കിൽ ദൈവത്തിന്റെ സ്വന്തം ജനമെന്നുള്ള പദവി വേറെ ആർക്കെങ്കിലും കിട്ടുക എന്നുള്ളത് അവർക്ക് പറ്റില്ലായിരുന്നു. അത് അംഗീകരിക്കാൻ അവർക്ക് ബുദ്ധിമുട്ടായിരുന്നു. അത് സഹിക്കാവുന്നതിലും അധികമായിരുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കുന്നത്. ഈ അറിയിപ്പിലൂടെ, ഈ കാര്യം കർത്താവിനെ അവരെ അറിയിക്കുന്നതിലൂടെ യഹൂദന്മാർക്ക് പകരം എല്ലാ വിഭാഗം ജനങ്ങളുടെ ഇടയിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ട ഒരു പുതിയ ദൈവജനം ഉണ്ടാകുമെന്നുള്ള ഒരു സന്ദേശം കൂടെ അവിടെ അറിയിക്കുന്നു. നമ്മുടെ ഭാഗ്യം അതിന്മേലാണ്. നമുക്ക് ലഭിച്ചിരിക്കുന്ന അവകാശം അതിൽ തുടങ്ങുന്നതാണ്. അവിടെയാണ് കാര്യങ്ങൾ. ലോകസ്ഥാപനത്തിന് മുമ്പ് ഇതൊക്കെ തീരുമാനമുണ്ടെങ്കിൽ പോലും ഈ ഭൂമിയിലുള്ള കർത്താവിന്റെ വരവിൽ ഇത് വെളിപ്പെടുത്തി വന്നത് ഇതിനെ തുടർച്ചയാണെന്ന് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. നിയമത്തിന്റെ പഴയ കാലഘട്ടത്തിൽ നിന്ന് ദൈവകൃപയുടെ ഒരു പുതിയ കാലഘട്ടത്തിലേക്ക് ദൈവം കാര്യങ്ങളെ മാറ്റുന്നത്
അതിന്റെ സൂചനകളെ കർത്താവ് അവിടെ വെളിപ്പെടുത്തുകയാണ്. പ്രപഞ്ചത്തിന്റെ ഏക ദൈവവുമായി ലോകത്തിലെ സകല വ്യക്തിക്കും വ്യക്തിപരവും രക്ഷാകരവുമായ ഒരു ബന്ധം പുലർത്താൻ കഴിയുന്ന ഒരു സമയത്തെക്കുറിച്ചുള്ള ഒരു വെളിപ്പെടുത്തലാണ് മറ്റു കുടിയാന്മാരെ അത് ഏൽപ്പിക്കും, മറ്റു പലരെ അത് ഏൽപ്പിക്കും എന്നുള്ള പറയുന്നതിലൂടെ, ദൈവരാജ്യത്തിന്റെ അവകാശികളാകും എന്ന് പറയുന്നതിലൂടെ അവിടെ വ്യക്തമാക്കുന്നത്. ഈ വാക്യത്തിൽ നമ്മളെ ഓരോരുത്തരെയും ആവേശഭരിതരാക്കുന്ന ഒരു പ്രത്യേക കാര്യമുണ്ട്. ദൈവരാജ്യം അതിന്റെ ഫലം കൊടുക്കുന്ന ജാതിക്ക് നൽകുമെന്നുള്ളൊരു ഭാഗം. അതിന്റെ ഫലം കൊടുക്കുന്ന ഒരു ജാതിക്ക്, അതിന്റെ ഫലം കൊടുക്കുന്ന ഒരു വ്യക്തിക്ക് ദൈവരാജ്യം കൊടുക്കുമെന്നുള്ള ഒരു സന്ദേശം അത് നമ്മുടെ ഒരു ഉള്ളത്തിൽ അങ്ങ് ആവേശം ജനിപ്പിക്കുന്ന, നമ്മെ ധൈര്യപ്പെടുത്തുന്ന, നമ്മെ പുതിയ 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 കൃപകളിലേക്കും പുതിയ ശുശ്രൂഷകളിലേക്കും കരം പിടിച്ചുയർത്തുന്ന ഒരു വലിയ ആഹ്വാനമാണ് പ്രിയമുള്ളവരെ. ഇന്ന് രാത്രി അതിൽ നിന്ന് ആ ദൈവത്തിന്റെ ആഹ്വാനം ഉൾക്കൊള്ളാൻ നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ഇടപെട്ടെ. ലോകത്തിൽ നഷ്ടപ്പെട്ടു പോയവരോട് ക്രിസ്തുവിന്റെ സുവിശേഷം പങ്കുവെക്കുവാൻ ഇത് സഭയ്ക്ക് അധികാരം നൽകുന്നതാണ്. നമുക്ക് ഓരോരുത്തർക്കും അധികാരം നൽകുന്ന ഒരു വലിയ വാക്തത്വമാണ് അതിലൂടെ കർത്താവ് അവിടെ പങ്കുവെക്കുന്നത്. ഈ സന്ദേശം നമ്മൾ ലോകത്തെ അറിയിക്കുമ്പോൾ അനുസരിക്കുന്നവർക്ക് അത് രക്ഷയും സമാധാനവും ആശ്വാസവുമാണെന്നുള്ള ഒരു വലിയ സന്ദേശമാണ് അതിൽ കൂടെ നമുക്ക് കർത്താവ് പകർന്നിരിക്കുന്നത്. എന്നാൽ അനുസരിക്കാത്തവരെ സംബന്ധിച്ചിടത്തോളം ഇത് വിഡ്ഢിത്വവും അസ്വസ്ഥതയും ഉളവാക്കുന്നതാണ്. പലപ്പോഴും നമ്മൾ പറഞ്ഞിട്ട് കേൾക്കാത്തവർ, അതിനെ അംഗീകരിക്കാത്തവർ, അതിനെ മനസ്സിലാക്കാത്തവർ, അതിനെ പരിഹസിക്കുന്നവർ, അവർക്ക് മുൻപിൽ ഇതൊക്കെ വിഡ്ഢിത്തമായിരിക്കും. അവർക്കത് അസ്വസ്ഥത ഉളവാക്കുന്നതായിരിക്കാം. ഒരുപക്ഷെ സോഷ്യൽ മീഡിയ ഇത് കേൾക്കുന്ന പലർക്കും അത് അസ്വസ്ഥത ഉളവാക്കുമായിരിക്കാം. എന്നാൽ അനുസരിക്കുന്നവർക്ക് ഇത് രക്ഷയാണ്, സമാധാനമാണ്, അത് ആശ്വാസമാണ്, നിത്യജീവനാണ് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. അവരുടെ ജീവിതത്തിൽ അതിനെ അനുസരിക്കാത്തവരെ സംബന്ധിച്ച് പറയുമ്പോൾ തുടർന്ന് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അവരുടെ ജീവിതത്തിൽ 44-ാം വാക്യത്തിൽ പറയുന്നത് പോലെ ചിലരെ രക്ഷിക്കുന്ന ഈ കല്ല് മറ്റു ചിലരെ തകർക്കുന്ന ഒരു കല്ലായി മാറുമെന്നുള്ള ആ ഒരു യാഥാർത്ഥ്യം കൂടെ കർത്താവ് അവിടെ വെളിപ്പെടുത്തുന്നുണ്ട്. ആദ്യത്തിന്റെ 45-ഉം 46-ഉം വാക്യങ്ങളിൽ അവിടെ വന്ന് യേശുവിനെ ചോദ്യം ചെയ്ത മഹാപുരോഹിതന്മാരുടെയും ജനത്തിന്റെ പ്രഭുക്കന്മാരുടെയും മാനസികാവസ്ഥയൊക്കെ വ്യക്തമാക്കുന്നത് അവർക്ക് അവിടെ കാണാൻ കഴിയുന്നുണ്ട്. പ്രിയമുള്ളവരെ, അവിടെ മാനസാന്തരപ്പെടുവാനോ വെളിപ്പെടുത്തപ്പെട്ട ഭയാനകമായ ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടുവാനുള്ള മാർഗം അവർ അന്വേഷിച്ചില്ല. അതിനായി അവർ ഏൽപ്പിച്ചു കൊടുത്തില്ല എന്ന് നമുക്ക് കാണുന്നുണ്ട്. പകരം അവരുടെ അവിശ്വാസവും പാപവും വെളിപ്പെടുത്തിയവനെ നിശബ്ദനാക്കാനുള്ള ഒരു മാർഗമാണ് അവർ അന്വേഷിച്ചത്. ഈ കാലഘട്ടത്തിലും അങ്ങനെയുണ്ട്. തിരുവചനം സത്യമായി സംസാരിക്കാൻ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ, അല്പം കാര്യങ്ങളൊക്കെ വെളിപ്പെടുത്തി സംസാരിക്കാൻ കഴിഞ്ഞാൽ, കുറെ കൂടെ സ്പെസിഫിക് ആയിട്ട് ദൈവവചനം വിരൽ ചൂണ്ടിക്കഴിഞ്ഞാൽ, പുറമെ നിന്ന് മോടിയിൽ അല്ലെങ്കിൽ മോടിയിൽ ചില കാര്യങ്ങളൊക്കെ പറയുമ്പോൾ ഓക്കെ, അത് കുഴപ്പം, ആരെയും കുത്തുന്നില്ല, പൊട്ടിക്കുന്നില്ല, ഉള്ളത്തിലുള്ള കാര്യങ്ങളൊന്നും ആരെ അറിയിക്കാതൊക്കെ പോവുകയാണെങ്കിൽ ഒക്കെ സമാധാനമായിരിക്കാം. എന്നാൽ കുറെ കൂടെ സ്പെസിഫിക് ആയിട്ട് വചനം പറയുമ്പോൾ അവരെ ഒറ്റപ്പെടുത്തുകയും അവരെ ഇല്ലായ്മ ചെയ്യുന്ന കാര്യങ്ങൾ ഇന്നുമുണ്ട്. അതുപോലെ തന്നെ ആ രക്ഷകനെ അന്ന് അവർ ഇല്ലായ്മ ചെയ്യാൻ നോക്കിയത് ദൈവപുത്രന്റെ തന്നെ ശബ്ദത്തെയായിരുന്നു അവർ ഇല്ലാതാക്കാൻ ചെയ്തത്. പക്ഷെ അങ്ങനെ ശ്രമിച്ചെങ്കിലും അങ്ങനെ ഇല്ലാതാക്കാൻ അവർക്ക് കഴിഞ്ഞില്ല എന്നുള്ളത് നമുക്ക് അവിടെ കാണാൻ കഴിയുന്നുണ്ട്. യജമാനൻ വരുന്നതുവരെ കുറച്ചു കാലം കൂടി ആ ഭൂസ്വത്തിലെ അനുഭവങ്ങൾ അവർ ഉപയോഗിച്ചുവെങ്കിലും ഒരു വലിയ ശിക്ഷാവധി അവർക്കായി കാത്തിരിക്കുന്നുണ്ട്. ചില കാലങ്ങൾ കൂടി ആ ദേവാലയത്തിന്റെ കസ്റ്റോഡിയനായി ഇരിപ്പാൻ അവർക്ക് കഴിഞ്ഞു. ചില കാലങ്ങൾ കൂടി ആ ദേവാലയത്തിലെ കാര്യങ്ങൾ നിയന്ത്രിപ്പാൻ അവർക്ക് കഴിഞ്ഞു. എങ്കിലും ഒരു വലിയ ശിക്ഷാവധി അവർക്കായി കാത്തിരിക്കുന്നുണ്ടെന്നുള്ളത് ഇന്ന് തിരുവചനം അറിയുന്ന സകലർക്കും അറിയാൻ കഴിയുന്നുണ്ട്. ഇന്ന് രാത്രി ഞാൻ ഈ സന്ദേശം അവസാനിക്കുന്നതിന് മുമ്പായി നമുക്ക് നമ്മളെ തന്നെ ഒന്ന് പരിശോധിക്കാം. നമ്മൾ ഏറ്റെടുത്ത ഉത്തരവാദിത്തങ്ങളിൽ നമ്മളെ ഒരു ഉത്തരവാദിത്തം ഏൽപ്പിച്ചിട്ടുണ്ട്. അവർ ചെയ്യാതിരുന്നപ്പോൾ ഞാൻ അത് ഫലം കൊടുക്കുന്ന മറ്റൊരു ജാതിക്ക്, മറ്റൊരു വ്യക്തിക്ക് കൊടുക്കുമെന്ന് പറയുമ്പോൾ നമ്മളെ അത് ഏൽപ്പിച്ചിട്ടുണ്ട്. അങ്ങനെ ഏറ്റെടുത്തുന്നുള്ള ഉത്തരവാദിത്വം ഇന്ന് എന്നെ കേൾക്കുന്ന പ്രിയമുള്ള ഒരു സൂം മീറ്റിംഗിൽ ജോയിൻ ചെയ്ത നമ്മൾ ഓരോരുത്തരിലും നമ്മുടെ ഉള്ളത്തിലത് മുഴങ്ങുന്നുണ്ട്. അങ്ങനെ ഒരു ഉത്തരവാദിത്വം ഞാൻ ഏറ്റെടുത്തിട്ടുണ്ട്, അങ്ങനെ ഒരു ഉത്തരവാദിത്വം എന്റെ മേൽ പതിഞ്ഞിട്ടുണ്ട്, ഞാനും ആ തെരഞ്ഞെടുപ്പിൽ ഉൾപ്പെട്ടിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് ഓരോരുത്തർക്കും ഓർമ്മയുണ്ട്, ഓരോരുത്തർക്കും നമുക്ക് അറിവുണ്ട്. ഇന്ന് രാത്രിയിൽ ആ ഉത്തരവാദിത്തങ്ങൾ ഫലം കൊടുക്കുന്നവരാണോ എന്ന് ചിന്തിപ്പാനുള്ള ഒരു സമയം കൂടിയാണ്. പ്രിയമുള്ളവരെ, വേറെ കുടിയാന്മാരെ ഏൽപ്പിക്കുമെന്ന് പറഞ്ഞ് അവരിൽ നിന്നും എടുത്ത് നമ്മളെ ഏൽപ്പിച്ചെടുത്ത് ഇനി വേറെ കുടിയാന്മാരെ ദൈവം അന്വേഷിക്കുവാൻ ഇടവരരുത് എന്നൊരു ആഹ്വാനം ഇന്ന് രാത്രി പരിശുദ്ധാത്മാവിൽ പകരുവാൻ ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഇനി വേറൊരു കുടിയാന്മാരെ ദൈവം അന്വേഷിച്ചു പോകുവാൻ പലപ്പോഴും നമ്മൾ കണ്ടിട്ടുണ്ട്. ആദിമ സഭയുണ്ടായിരുന്നു. ചില വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ, ഏകദേശം ചില നൂറ്റാണ്ടുകൾ കഴിഞ്ഞപ്പോൾ അതിന്റെ ആത്മീകമായിട്ടുള്ള ആ കാര്യങ്ങളൊക്കെ നഷ്ടപ്പെട്ട് പിന്നീടും അതിൽ നിന്ന് പുതിയ സഭകളൊക്കെ അതിൽ നിന്നും വേർതിരിച്ച് വന്നു. അങ്ങനെ ഈ അവസാന കാലഘട്ടങ്ങളിൽ പെന്തക്കോസ്ത് കൂട്ടം കടന്നു വന്നു. ആ പെന്തക്കോസ്ത് കൂട്ടത്തിന്റെയും ഇന്നത്തെ അവസ്ഥകളൊക്കെ കാണുമ്പോൾ അതിൽ നിന്നും വേറെ ഉരുത്തിരിയണമെന്നൊക്കെ ചിന്തിക്കുന്ന ആ നിലയിലൊക്കെ കാര്യങ്ങൾ എത്തിപ്പോകുമ്പോൾ എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, ഇനി വേറെ കുടിയാന്മാരെ ദൈവം അന്വേഷിപ്പാൻ ഇടവരരുത്. എന്നെ കേൾക്കുന്ന നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ നാം ഓരോരുത്തരും ആ നിലയിലായിത്തീരുവാൻ ദൈവം ഇടവരുത്തട്ടെ. പ്രിയമുള്ളവരെ, അങ്ങനെ സംഭവിച്ചാൽ ലോകത്തിലെ സകല മനുഷ്യരുടെയും രക്ഷയ്ക്കായി കടന്നു വന്ന ആ ശ്രേഷ്ഠ കല്ലിനാൽ നമ്മളും തകർക്കപ്പെടുമെന്നുള്ളത് ആ തിരുവചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. വലിയൊരു മുന്നറിയിപ്പ് അതിൽ കൂടെ നമുക്ക് കണ്ടത്. അങ്ങനെ നമ്മുടെ ആരുടെയും ജീവിതത്തിൽ സംഭവിക്കാതിരിക്കട്ടെ.
ഇനി ഇതുവരെയും ഈ മുന്തിരിത്തോട്ടത്തിലേക്ക് ക്ഷണം ലഭിക്കാത്തവർക്ക്, അല്ലെങ്കിൽ ലഭിച്ച ക്ഷണം മനസ്സിലാകാത്തവരോട് ഒരു കാര്യം പറഞ്ഞിട്ട് ഞാൻ ഇന്ന് രാത്രി അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. ഏകലോക രക്ഷിതാവായ യേശു ക്രിസ്തു നിങ്ങളുടെ കർത്താവും രക്ഷകരുമാണെന്ന് നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടോ? നിങ്ങൾ അങ്ങനെ ചിന്തിച്ചിട്ടുണ്ടോ? കർത്താവായ യേശു ക്രിസ്തു ലോകത്തിലെ ഏക രക്ഷിതാവാണ്. ആ ഏക രക്ഷിതാവായ കർത്താവ് നമ്മുടെയും അല്ലെങ്കിൽ നിങ്ങളുടെയും രക്ഷിതാവും കർത്താവുമാണെന്ന് മനസ്സിലാക്കുവാൻ ഒരു അവസരം നിങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ടോ? അതോ ഇന്ന് രാത്രി നമ്മൾ കണ്ടതുപോലെ യഹൂദ നേതൃത്വം ചെയ്തതുപോലെ, മറ്റു അനേക ദൈവത്തിന്റെ നാമം ധരിച്ച് ചെയ്തിട്ടുള്ളവർ ചെയ്തതുപോലെ അവനെ മനസ്സിലാക്കിയിട്ടും തള്ളിക്കളഞ്ഞ് മുന്നോട്ട് പോകുന്നവരാണോ? പ്രിയമുള്ളവരെ, ലോകരക്ഷിതാവും കർത്താവുമായ യേശു ക്രിസ്തുമായിട്ടുള്ള ബന്ധം നേടുന്നതിൽ നിങ്ങൾ ആത്മാർത്ഥത കാണിക്കുകയാണെങ്കിൽ ആ ബന്ധം സ്ഥാപിക്കുന്നത് വളരെ വളരെ ലളിതമാണ്. അതിനധികം ഒന്നും ബുദ്ധിമുട്ടുകളൊന്നുമില്ല. ആദ്യമായി നിങ്ങളുടെ പാപങ്ങളെ നിങ്ങൾ തിരിച്ചറിയേണ്ടതുണ്ട്. തുടർന്ന് നിങ്ങളുടെ പാപങ്ങളുടെ ശിക്ഷയിൽ നിന്ന് നിങ്ങൾ രക്ഷിക്കാൻ കഴിയുന്ന ഒരേ ഒരു വ്യക്തിയായി കർത്താവായ യേശു ക്രിസ്തുവിനെ അംഗീകരിക്കണം. തുടർന്ന് മുന്നോട്ട് നടത്താൻ ദൈവത്താൽ അയക്കപ്പെടുന്ന ദൈവദാസന്മാരും തിരുവചനം നിങ്ങളുടെ അടുക്കിലേക്ക് വരും. പ്രിയമുള്ളവരെ, ഇന്ന് രാത്രി ഞാനിത് അവസാനിപ്പിക്കട്ടെ. നേതാക്കൾ തള്ളിക്കളഞ്ഞ കല്ല് ശ്രേഷ്ഠ മൂലക്കല്ലായി തീർന്നു. ഇന്ന് നമ്മളെയും അതിനോട് ചേർത്ത് പണിയപ്പെടുവാൻ, അതിന്റെ ആ മനോഹാരിത ഒട്ടും തന്നെ നഷ്ടപ്പെടാതിരിക്കാൻ, അതിന്റെ അതേ ആ രീതിയിൽ നമുക്കും രൂപാന്തരം സംഭവിക്കട്ടെ. ആ മൂലക്കല്ല് ശ്രേഷ്ഠമാണെന്ന് നമുക്കറിയാം, അത് മനോഹരമാണെന്നറിയാം, അത് ഒത്തിരി അവകാശങ്ങളും ആത്മീയ അനുഗ്രഹങ്ങളും പകർന്നാണെന്നറിയാം. ആ കല്ലിനോട് ചേർന്ന് പണിയപ്പെടുവാനുള്ള ഒരു യോഗ്യതയിലേക്കും നമ്മളുമായി തീരുവാൻ ദൈവത്തിന്റെ മുമ്പാകെ നമുക്ക് നമ്മളെ തന്നെ സമർപ്പിക്കാം. പരിശുദ്ധാത്മാവ് നമ്മളെ ഈ ദിവസത്തിൽ ആ വിധത്തിൽ നമ്മളെ ഓരോരുത്തരെയും രൂപാന്തരപ്പെടുത്തട്ടെ. ഇന്ന് രാത്രിയിലെ ഈ തിരുവചനങ്ങളാൽ ദൈവം നമ്മെല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.